ഹായ്, വെൽക്കം ടു HM ഗൈഡൻസ്. ഇന്ന് നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP എന്ന ആശയം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4-നകത്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ DPSPയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നോവൽ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നാണ്. നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ നോവൽ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? പുതിയത്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോവൽ കൊറോണ വൈറസ് അല്ലേ കോവിഡ് ഉണ്ടാക്കുന്നത്. നോവൽ എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ് അർത്ഥം. സോ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാണ് അംബേദ്കർ പറയുന്നത്. കൂടാതെ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതായത് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപാധിയുമായിട്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ അംബേദ്കർ വിശേഷിപ്പിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് KT ഷാ ആണ്. സപ്രോ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലൂടെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി മാറിയത്. ആർട്ടിക്കിൾ 37-നകത്ത് എന്താണ് പറയുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ന്യായവാദത്തിന് അർഹമല്ല എന്നാണ് പറയുന്നത്. അതായത് നോൺ ജുഡീഷ്യബിൾ ആണ് എന്ന് പറയുന്നു. കൂടാതെ ആർട്ടിക്കിൾ 37-നകത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് ഒരു കൺട്രിയുടെ ഗവേണൻസിന് ഫണ്ടമെന്റൽ ആയിട്ടുള്ളത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിന്റെ കടമയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ഇനി ഇത്രയും പോയിന്റ്സ് എങ്ങനെ മെമ്മറൈസ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ഡയറക്ടറിനോട് ഉപമിക്കണം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറച്ച് നേരത്തേക്ക് ഡയറക്ടറായിട്ട് വിചാരിക്കണം എന്നർത്ഥം. സോ ഡയറക്ടർ ഒരു ഫിലിം ഷൂട്ട് ചെയ്യുക ഐസിലൂടെ നോക്കിയിട്ടാണ് അല്ലെ, കണ്ണിലൂടെ നോക്കിയിട്ടാണ്. അപ്പൊ ഐസ് എന്നുള്ളതിൽ നിന്നും ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഒരു ആശയം കടമെടുത്തത് എന്നുള്ള പോയിന്റ് കിട്ടും. ദെൻ ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചാണ് ഈ ഒരു പടം, അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പടം എടുക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ ഡോക്ടർ അംബേദ്കർ ആണ് നോവൽ ഫീച്ചേഴ്സ് എന്നുള്ള വിശേഷണം പറഞ്ഞത് എന്നും കിട്ടി. ദെൻ ഈ ഡയറക്ടർ ചെന്ന് പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറയുകയാണ്, ഇനി ചെക്ക് കിട്ടിയാലേ സപ്പർ കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ചെക്ക് എന്നുള്ളതിൽ നിന്നും ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്നുള്ള വിശേഷണം അത് കിട്ടും. ദെൻ ചെക്ക് കിട്ടിയാൽ എന്നുള്ളതെന്ന് കിട്ടി എന്നുള്ളതെന്ന് KT ഷായാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് എന്നും കിട്ടുമല്ലോ. ദെൻ സപ്പർ കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുമ്പോൾ സപ്രൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായത് എന്നുള്ള പോയിന്റും കിട്ടി. ദെൻ നമുക്കറിയാം ബാഹുബലി 2 പാർട്ടിലാണ് എടുത്തത്. ദെൻ KGF ഇനി 3 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അംബേദ്കറിനെ കുറിച്ചുള്ള ഒരു പടമാകുമ്പോൾ എന്തിനാ കുറയ്ക്കുന്നത്? നമ്മൾ 4 ഭാഗമായിട്ടാണ് എടുക്കുക. അപ്പൊ പാർട്ട് 4-ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് കണക്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ദെൻ അപ്പോൾ ഇത്രയും ആയപ്പം എല്ലാ ഒരു പോയിന്റ്സും കിട്ടിയില്ലേ? ഇപ്പൊ ഈസി ആയില്ലേ? ഓക്കെ. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും ഏതെല്ലാം രീതിയിൽ ഭിന്നമായിരിക്കുന്നു എന്ന് നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? എസെൻഷ്യൽ റൈറ്റ്സ് ആണ് അല്ലെ. അതായത് ഒരു പൗരന് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന അവകാശങ്ങളെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആവട്ടെ ഒരു രാജ്യം അതിന്റെ ലോസ് അല്ലെങ്കിൽ പോളിസീസ് രൂപീകരിക്കുന്ന സമയത്ത് സ്വീകരിക്കേണ്ട ഗൈഡ് ലൈൻസ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത് പാർട്ട് 3 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആവട്ടെ പാർട്ട് 4-നകത്താണ് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നേച്ചർ വൈസ് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആണ്. അതായത് അതെപ്പോഴും ഒരു സ്റ്റേറ്റിനോട് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ആണ് നേച്ചർ വൈസ്. ബട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആവട്ടെ പോസിറ്റീവ് ആണ്. അത് സ്റ്റേറ്റിനോട് എപ്പോഴും ഇന്ന കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് ആവശ്യപ്പെടുന്നത്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ ആണ്. അതായത് ന്യായവാദത്തിന് അർഹമാണ്, ലീഗലി എൻഫോഴ്സിബിൾ ആണ് എന്നർത്ഥം.
അതായത് അതിൻ്റെ ഒരു വയലേഷൻ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ലംഘനം നടന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കോർട്ടിനെ സമീപിക്കാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആവട്ടെ നോൺ ജസ്റ്റിഷ്യബിളുമാണ്, നോട്ട് ലീഗലി എൻഫോഴ്സിബിളുമാണ്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡു നോട്ട് റിക്വയർ ലെജിസ്ലേഷൻ ഫോർ ഇംപ്ലിമെന്റേഷൻ, ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സ്ഡ് ആണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ബട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആവട്ടെ റിക്വയർ ലെജിസ്ലേഷൻ, അതായത് നോട്ട് ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സ്ഡ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സിന് ലീഗൽ സാങ്ഷൻ ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനാവട്ടെ മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സാങ്ഷൻ ആണ് ഉള്ളത്. ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് എപ്പോഴും വെൽഫെയർ ഓഫ് ഇൻഡിവിജ്വൽ ആണ് ലക്ഷ്യമിടുന്നത്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക് ആണെന്ന് എന്നർത്ഥം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആവട്ടെ വെൽഫെയർ ഓഫ് കമ്മ്യൂണിറ്റി, അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ തന്നെ ക്ഷേമമാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് വെൽഫെയർ സ്റ്റേറ്റ് അഥവാ ക്ഷേമരാഷ്ട്രം എന്നുള്ള ഒരു സങ്കല്പമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ നമ്മൾ കൺവീനിയൻസിന് വേണ്ടി 3 തരം തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, തേർഡ് ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസ്. സോഷ്യലിസ്റ്റിക് പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത് ആർട്ടിക്കിൾസ് 38, 39, 39A, 41, 42, 43, 43A, 47 ഇത്രയുമാണ്. സെക്കൻഡ് വൺ ആയിട്ടുള്ള ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത് ആർട്ടിക്കിൾസ് 40, 43, 43B, 46, 47, 48. ദെൻ തേർഡ് വൺ ആയിട്ടുള്ള ലിബറൽ ഇന്റലക്ച്വൽ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്നത് ആർട്ടിക്കിൾ 44, 45, 48, 48A, 49, 50 and 51A. ആർട്ടിക്കിൾ 39D പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്നാണ്. ആർട്ടിക്കിൾ 39A പറയുന്നത് തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 40 വില്ലേജ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു കോഡ് നോക്കാം. ഗ്രാമങ്ങളിൽ ചാലുകൾ കാണാം, ഗ്രാമങ്ങളിൽ ചാലുകൾ കാണാം. ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചത് വില്ലേജ് പഞ്ചായത്ത് എന്നുള്ള അതിൻ്റെ ഒരു കീവേഡ്. ദെൻ ചാലുകൾ എന്ന് പറയുമ്പം ചാലിസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ 40 ആണല്ലേ. അപ്പോൾ 40 ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിക്കുന്നത് പറയുന്നത് എന്ന് കിട്ടിയല്ലോ. സോ ഗ്രാമങ്ങളിൽ ചാലുകൾ കാണാം എന്ന് പറയുമ്പോൾ ഗ്രാമത്തിൽ നിന്നും വില്ലേജ് പഞ്ചായത്ത് എടുക്കണം, ചാലുകൾ എന്നുള്ളതെന്ന് ചാലീസ് 40 എന്നുള്ളതും എടുക്കണം. ദെൻ ആർട്ടിക്കിൾ 41 റൈറ്റ് ടു വർക്ക് പറയുന്നത്. റൈറ്റ് ടു വർക്ക്, നല്ല ഒരു ജോലി നേടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലേ, അതാണ് കോഡ്. നല്ല ഒരു ജോലി നേടാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. അപ്പം നല്ല എന്ന് പറയുമ്പോൾ 4 നമ്മളെപ്പോഴും പറയാറുള്ളതാണ്. നല്ല എന്നുള്ളതിനെ കൊണ്ട് 4 ഉദ്ദേശിക്കുന്നത്, 1. അപ്പം നല്ല ഒരു എന്ന് പറയുമ്പോൾ 41. ജോലി നേടാനുള്ള അവകാശം എന്ന് പറയുമ്പോൾ റൈറ്റ് ടു വർക്ക്. സിമ്പിൾ അല്ലേ? ആർട്ടിക്കിൾ 43 പറയുന്നത് ലിവിങ് വേജസ് ഫോർ വർക്കേഴ്സ് ആണ്. അതായത് ജീവിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വേതനം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ആർട്ടിക്കിൾ 43 പറയുന്നത്. നമ്മളുടെ കോഡ് നോക്കാം. 4 ആളുടെ മുന്നിൽ പറയാൻ പറ്റുന്ന വേതനം വേണം. 4 ആളുടെ മുന്നിൽ പറയാൻ പറ്റുന്ന വേതനം വേണം. 4 ആളുടെ എന്ന് പറയുമ്പോൾ 4 ഓട്ടോമാറ്റിക്കലി കിട്ടിയല്ലോ. മുന്നിൽ എന്ന് പറയുമ്പോൾ 3. അപ്പൊ 4, 3, 43. 43-നകത്താണ് വേതനം അതിനെ കുറിച്ച് പറയുന്നത് എന്ന് കിട്ടി. അതായത് ലിവിങ് വേജസ് ഫോർ വർക്കേഴ്സ് എന്നുള്ളത് ആർട്ടിക്കിൾ 43 എന്നുള്ളത് കിട്ടി. പിന്നീട് ഈ കോഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും സാലറി ചോദിക്കുമ്പോൾ അത് ഒരു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാലറി വേണമെന്നല്ലേ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവുക. അതാണ് ഈ കോഡിലൂടെ ഉദ്ദേശിച്ചത് കേട്ടോ. ദെൻ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. അതായത് ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിക്കുന്നതാണ് ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനമാണ് ഗോവ. ദെൻ ഇവിടെ ഒരു കോഡ് നോക്കാം. യൂണിഫോമിറ്റി
ഉള്ള ഒരു നമ്പറാണല്ലേ 44, 4. അപ്പോൾ ഏകീകൃതം, യൂണിഫോമിറ്റി ഉള്ള ഒരു നമ്പറാണ് 44. അപ്പോൾ ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ് പറയുന്നതെന്ന് ഈസി ആയിട്ട് കിട്ടിയല്ലോ. ദെൻ ആർട്ടിക്കിൾ 45 പറയുന്നത് എന്താണ്? 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്നാണ് ആർട്ടിക്കിൾ 45 പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോഡ് നോക്കാം. നല്ല പഞ്ചസാര പ്രിയരാണ് കുഞ്ഞുങ്ങൾ. എന്താണ്? നല്ല പഞ്ചസാര പ്രിയരാണ് കുഞ്ഞുങ്ങൾ. നല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ 4 തന്നെ കിട്ടണം. ദെൻ പഞ്ചസാരയിൽ നിന്ന് പാഞ്ച്, 5 എന്നെടുത്തൂടെ? പാഞ്ചെന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ 5 ആണല്ലോ. അപ്പൊ നല്ല പഞ്ചസാര എന്ന് പറയുമ്പോൾ 4, 5, 45. ആർട്ടിക്കിൾ 45 കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷനെ കുറിച്ച്, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അൺടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years ഇത് പറയുന്നത് എന്ന് കിട്ടി. ആർട്ടിക്കിൾ 47 പറയുന്നത് മദ്യനിരോധനത്തെ കുറിച്ചാണ്. സംസ്ഥാന രൂപീകരണം മുതൽ മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇതിന്റെ ഒരു കോഡ് നോക്കാം. മദ്യം കഴിച്ച് 4 കാലിൽ ഇഴഞ്ഞു പോകുന്നു. മദ്യം കഴിച്ച് 4 കാലിൽ ഇഴഞ്ഞു പോകുന്നു. മദ്യം കഴിച്ച് എന്നുള്ളതിൽ നിന്നും മദ്യനിരോധനം കിട്ടണം. ദെൻ 4 കാലിൽ ഇഴഞ്ഞ് എന്ന് പറയുമ്പോൾ 4 കാലിൽ 4 കിട്ടണം. ഇഴഞ്ഞ് 7 എടുത്തൂടെ? സോ 47 മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്നത് എന്ന് കിട്ടി. ദെൻ ആർട്ടിക്കിൾ 48 പറയുന്നത് പ്രൊവിഷൻ ഓഫ് സ്ലോട്ടർ ഓഫ് കൗസ്, അതായത് ഗോവധ നിരോധനം. ഇവിടെ എന്താണ് കോഡ്? നല്ല 8ന്റെ പണി കിട്ടും. അതായത് ഗോവധ നിരോധനം എന്ന് പറയുന്ന ഒരു വിഷയം ഇന്ത്യയിൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയമാണല്ലേ. ആ ഒരു വിഷയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നല്ല 8ന്റെ പണി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് ഇവിടെ ഒരു ഉദ്ദേശിച്ചത് കോഡ് കൊണ്ട്. സോ നല്ല 8ന്റെ എന്ന് പറയുമ്പോൾ 48 സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ. ദെൻ ഗോവധ നിയമം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. 48A എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണ്? പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചാണ്. സോ ഇന്ന് നമുക്കറിയാം സമൂഹം നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളിൽ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടല്ലോ, അതായത് ഗ്ലോബൽ വാർമിംഗ് പോലെയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് മൂലം നമുക്ക് തന്നെയാണല്ലേ ഹാനികരമായിട്ട് അത് ഭവിക്കുക. സോ പരിസ്ഥിതി സംരക്ഷിച്ചിട്ടില്ലെങ്കിലും നല്ല 8ന്റെ പണി കിട്ടും എന്നുള്ള പോലെ ഒന്ന് ഓർത്ത് വെച്ചൂടെ തൽക്കാലത്തേക്ക്? ഓക്കെ. ആർട്ടിക്കിൾ 49 പറയുന്നത് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളും സ്ഥലങ്ങളും സംരക്ഷിക്കണം എന്നാണ്. ആർട്ടിക്കിൾ 50 നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും വേർതിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ്. ഇവിടെ ഒരു കോഡ് നോക്കാം. അംബോ സെപ്പറേറ്റ് ചെയ്യുകയാണോ? അതായത് സപ്പോസ് ഇപ്പൊ 2 അയൽക്കാരുണ്ട്, അവർ നല്ല സ്നേഹത്തിലാണ് ഇത്രയും കാലം കഴിഞ്ഞത്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ പറയുകയാണ് നമ്മൾ തമ്മിലൊരു മതിൽ വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെന്ന്. അപ്പൊ ആൾക്കാരൊക്കെ അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുക, അമ്പോ സെപ്പറേറ്റ് ചെയ്യുകയാണോ? അതെന്താ ഇപ്പൊ പെട്ടെന്ന് എന്താ സെപ്പറേറ്റ് ചെയ്യാൻ കാരണം എന്നുള്ള പോലെ. അതാണ് ഈ കോഡ് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അമ്പോ സെപ്പറേറ്റ് ചെയ്യുകയാണോ? സോ ആർട്ടിക്കിൾ 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ് പറയുന്നത് എന്ന് കിട്ടിയല്ലോ. ദെൻ ആർട്ടിക്കിൾ 51 പറയുന്നത് പ്രൊമോഷൻ ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ്. അന്താരാഷ്ട്ര സമാധാനം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസുമായി ബന്ധപ്പെട്ട ചില അമെൻമെന്റുകൾ നോക്കാം. 1976 42ാമത് അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വന്നത്. 39, 39A, 43A, 48A എന്നിവയാണ് അവ. ദെൻ 1978 44ാമത് അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് ആർട്ടിക്കിൾ 38 ആഡ് ചെയ്യപ്പെട്ടത്. 2002 86ാമത് അമെൻമെന്റ് ആക്ട് പ്രകാരമാണ് ആർട്ടിക്കിൾ 45 സബ്ജക്ട് മാറ്റർ ചേഞ്ച് ചെയ്യപ്പെട്ടത്. അതായത് ആർട്ടിക്കിൾ 21A ഇൻസേർട്ട് ചെയ്യപ്പെട്ടത് ഈ ഒരു അമെൻമെന്റ് പ്രകാരമാണ്. അവിടെ എലിമെന്ററി എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അത് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത്. നമ്മൾ നേരത്തെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അവിടെ ഇത് പറഞ്ഞിരുന്നു. ദെൻ ആർട്ടിക്കിൾ 43B എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിള് ആഡ് ചെയ്യപ്പെട്ടത് 2011 97ാമത് അമെൻമെന്റ് ആക്ട് പ്രകാരമാണ്.
ഓക്കെ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.